അടുത്ത നിമിഷം അയാൾ എന്ത് ചെയ്യുമെന്ന് ലോകത്തിലെ ഒരു ഇന്റലിജൻസ് ഏജൻസിക്കും പറയാൻ കഴിയില്ല. നിയമങ്ങളില്ലാത്ത, നിയന്ത്രണങ്ങളില്ലാത്ത, ലോകം കണ്ട ഏറ്റവും ഭ്രാന്തനായ ഭരണാധികാരി കിം ജോങ് ഉൻ. സ്വന്തം കുടുംബാംഗങ്ങളെ പോലും വധിക്കാൻ മടിക്കാത്ത ക്രൂരത, അമേരിക്കൻ പ്രസിഡന്റിനെ പോലും വിരൽത്തുമ്പിലെ മിസൈൽ ബട്ടൺ കാണിച്ച് വിറപ്പിക്കുന്ന ധിക്കാരം, ലോകം മുഴുവൻ ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ നോക്കിയിട്ടും ആണവ പരീക്ഷണങ്ങൾ തുടരുന്ന മനുഷ്യൻ, എപ്പോൾ വേണമെങ്കിലും ലോകത്തെ ഒരു വലിയ യുദ്ധത്തിലേക്ക് വലിച്ചു വയ്ക്കാൻ ശേഷിയുള്ള കിം ജോങ് ഉൻ ഇതാ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ തന്റെ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. ടെഹ്റാനിലെ നോർത്ത് കൊറിയൻ എംബസിക്ക് നേരെ ലക്ഷ്യം തെറ്റി വന്ന ഇസ്രായേലി മിസൈൽ പതിച്ചു എന്ന സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇറാന്റെ പുതിയ സുപ്രീം ലീഡർ മുജ്തബ ഖമീനിയെ അംഗീകരിക്കുന്നതായി കിം പ്രഖ്യാപിച്ചത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും കടുത്ത മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഈ നീക്കങ്ങളിലൂടെ എന്താണ് കിം അർത്ഥമാക്കുന്നത്? ഇറാനും നോർത്ത് കൊറിയയും തമ്മിൽ നിലനിൽക്കുന്ന നയതന്ത്ര ബന്ധത്തിന്റെ പിന്നാമ്പുറ കഥകൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഇറാനും ഉത്തര കൊറിയയും തമ്മിലുള്ള ആയുധ ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഉത്തര കൊറിയ നൽകിയ സോഡോങ് മിസൈലുകളാണ് ഇറാന്റെ മിസൈൽ പ്രോഗ്രാമിന്റെ അടിസ്ഥാനം. ഇറാന്റെ പക്കലുള്ള ഏറ്റവും വിനാശകരമായ ഷഹാബ് 3 എന്ന മിസൈൽ ഉത്തര കൊറിയയുടെ നോഡോങ് 1 മിസൈലിന്റെ തനിപ്പകർപ്പാണ്. നോഡോങ് 1 മിസൈലുകൾ ഉത്തര കൊറിയയിൽ നിന്ന് ഇറാൻ നേരിട്ട് വാങ്ങുകയും പിന്നീട് അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി സ്വന്തമായി നിർമ്മിക്കാൻ പഠിക്കുകയുമായിരുന്നു. ഇതിന്റെ ഫലമായാണ് ഷഹാബ് 3 എന്ന 1300 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള മിസൈൽ ഉണ്ടായത്. ഈ മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിലെ ഏത് നഗരത്തെയും ലക്ഷ്യം വയ്ക്കാൻ ഇറാന് സാധിക്കും. കൂടാതെ ഉത്തര കൊറിയയുടെ മുസാദൻ മിസൈലിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇറാൻ ഗോറം ഷഹർ എന്ന മിസൈൽ നിർമ്മിച്ചിരിക്കുന്നത്. മിസൈലുകൾക്ക് പുറമെ സമുദ്രത്തിനടിയിലും ഉത്തര കൊറിയ ഇറാന് കരുത്ത് നൽകുന്നുണ്ട്. ഇറാനിയൻ നാവികസേന ഉപയോഗിക്കുന്ന ഗദീർ ക്ലാസ് സബ്മറൈനുകൾ ഉത്തര കൊറിയയുടെ യോനോ ക്ലാസ് ഡിസൈൻ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഹോർമൂസ് കടലിടുക്ക് പോലെയുള്ള ഇടുങ്ങിയ സ്ഥലങ്ങളിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ഒളിച്ചിരുന്ന് ആക്രമിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ ഉത്തര കൊറിയൻ ടോർപിഡോകളും ഇറാന്റെ പക്കലുണ്ട്. 2010 ദക്ഷിണ കൊറിയൻ കപ്പലായ ചിയോനാൻ തകർത്തതും ഇത്തരം ടോർപിഡോകൾ ഉപയോഗിച്ചായിരുന്നു. ഇത് പേർഷ്യൻ കടലിടുക്കിൽ അമേരിക്കയ്ക്ക് വലിയ തലവേദനയാകും. ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യത്തിൽ ഉത്തര കൊറിയ ഇറാനിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ആയുധം ഹൈപ്പർസോണിക് മിസൈലുകളാണ്. ഇസ്രായേലിന്റെ അയൺ ഡോമിന് പോലും തടുക്കാൻ കഴിയാത്ത വേഗതയിലാണ് ഇവ സഞ്ചരിക്കുന്നത്. കൂടാതെ ഉത്തര കൊറിയൻ എഞ്ചിനീയർമാർ ലോകത്തിലെ തന്നെ മികച്ച ഭൂഗർഭ സൈനിക താവളങ്ങൾ നിർമ്മിക്കുന്നവരാണ്. ഇറാന്റെ മിസൈൽ സിറ്റികൾ എന്ന് വിളിക്കപ്പെടുന്ന ഭൂഗർഭ താവളങ്ങളുടെ നിർമ്മാണത്തിൽ ഉത്തര കൊറിയയുടെ രഹസ്യ സഹായമുണ്ടെന്നത് ഒരു പരസ്യമായ രഹസ്യമാണ്. ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും കൈമാറ്റത്തിലപ്പുറം ഉത്തര കൊറിയ ഇറാൻ അനുകൂല നിലപാടെടുക്കുന്നതിന് പിന്നിൽ മറ്റു കാരണങ്ങളുമുണ്ട്. ഉപരോധങ്ങൾ മൂലം വീർപ്പുമുട്ടുന്ന കിം ജോങ് ഉന്നിന് ആവശ്യം എണ്ണയും പണവുമാണ്. ഇറാന്റെ പക്കൽ ആവശ്യത്തിന് എണ്ണയുണ്ട്. ആയുധത്തിന് പകരം എണ്ണ എന്ന ഈ രഹസ്യ ഇടപാട് അന്താരാഷ്ട്ര ബാങ്കിംഗ് സംവിധാനങ്ങളെ ആശ്രയിക്കാത്തത് കൊണ്ട് അമേരിക്കയ്ക്ക് ഇത് തടയാനാകില്ല. അതായത് കിം ജോങ് ഉന്നിന്റെ പിന്തുണ വെറുമൊരു രാഷ്ട്രീയ നാടകമല്ല. ദശകങ്ങളായി ഉത്തര കൊറിയ നട്ടുനനച്ച ആയുധങ്ങളുടെ വിളവെടുപ്പാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. ഇറാന്റെ പുതിയ നേതാവ് മുജ്തബ ഖമീനിയും കിം ജോങ് ഉന്നും തമ്മിലുള്ള ഈ അച്ചുതണ്ട് പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിവരച്ചേക്കാം. ഉത്തര കൊറിയയുടെ ഇടപെടൽ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുമോ അതോ ഒരു പുതിയ ബാലൻസ് ഓഫ് പവർ നിർമ്മിക്കുമോ എന്ന് കണ്ടറിയണം. അമേരിക്കയും ഇസ്രായേലും ഈ നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്.